ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗൈയിൽ വരുന്ന നെക്സ്റ്റ് പോർഷൻ ആണെന്ത് ഫംഗൈ ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ഈ അഗ്രികൾച്ചറിൽ ഫംഗൈ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ജസ്റ്റ് ഈ ഫംഗൈ ഇൻ അഗ്രികൾച്ചർ മാത്രം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലാതെ നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസിലും ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ഫംഗൈ ആസ് ഡീകമ്പോസർ, ഫോർമേഷൻ ഓഫ് ഹ്യൂമസ്, ബയോളജിക്കൽ കൺട്രോൾ, പിന്നെ മൈക്രോറൈസൽ അസോസിയേഷൻ. ആ 4 കാര്യങ്ങളാണ് ഫംഗൈ ഇൻ അഗ്രികൾച്ചറിൽ വരുന്നത്. ഡീകമ്പോസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫംഗൈ എന്ന് പറയുന്ന ഒരു സാപ്രോഫൈറ്റ് ആണ്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ വളരുന്ന ഒരാളാണ് ആര് ഫംഗൈ എന്ന് പറയുന്നത്. അപ്പോൾ ഡീകമ്പോസിഷന് പ്രധാനമായിട്ട് സഹായിക്കുന്നത് നമ്മുടെ ബാക്ടീരിയയും അതോടൊപ്പം തന്നെ സഹായിക്കുന്ന ഒരാളാണ് എന്ത് ഫംഗൈ എന്ന് പറയുന്നത്. ഈ ഫംഗൈ അതിന് വേണ്ട ഫുഡും ന്യൂട്രീഷനും ഈ ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനാണ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ആ ഒരു ഓർഗാനിക് വേസ്റ്റിൻ്റെ ഡീഗ്രഡേഷൻ നടക്കും. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡീകമ്പോസിഷൻ ഒരു വലിയ പങ്ക് ആര് വഹിക്കുന്നുണ്ട്, ഫംഗൈ വഹിക്കുന്നുണ്ട്. ഫംഗൈ എൻസൈംസും കാര്യങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ ഡെബ്രിസ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. എന്നിട്ട് CO2 അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫംഗസ് സെക്രീറ്റ് എൻസൈംസ് സെക്രീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡീകമ്പോസിഷൻ നടത്തുന്നത്. ഇത് കാരണം എന്ത് സംഭവിക്കും, നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് ഡീകമ്പോസിഷൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഫോർമേഷൻ ഓഫ് ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിലിൽ കാണുന്ന ഡാർക്ക് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയലിനെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്യുന്നത് നമ്മുടെ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ആൻഡ് അനിമൽസിൻ്റെ വേസ്റ്റുകൾ ഡീകമ്പോസ് ചെയ്തിട്ടാണ് എന്ത് ഹ്യൂമസ് ഫോം ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഫംഗസ് എവിടെയാണ് വളരുന്നത്, ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിലാണ്. അപ്പോൾ ഫംഗസിന് ഒരു വലിയ പങ്കുണ്ട്, എന്ത് ഹ്യൂമസ് ഉണ്ടാക്കുന്നതിൽ ഫംഗസിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റ്സും ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഇതിൽ വേറെയും കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞോളന്നില്ല. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫംഗൈ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡെബ്രിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡീകമ്പോസ് ചെയ്തിട്ട് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോൾ. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബയോളജിക്കൽ ഓർഗാനിസം, അതായത് ജീവനുള്ള ഓർഗാനിസത്തെ ഉപയോഗിച്ചിട്ട് പെസ്റ്റിനെയും ഇൻസെക്ട്സിനെയും പാത്തോജനെയും ഒക്കെ നശിപ്പിക്കുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്നുള്ളത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫംഗൈനെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പിത്തിയമില്ലേ, ഫംഗസ് ആയിട്ടുള്ള പിത്തിയത്തിൻ്റെ ഇൻഫെക്ഷൻ, റൂട്ട് റോഡ് ഫംഗസ് ആണ് എന്ത് പിത്തിയത്തിൻ്റെ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് പിത്തിയത്തിൻ്റെ ഗ്രോത്ത് സപ്രസ് ചെയ്യുന്ന ഒരു ഫംഗൈയാണ് എന്ത് ട്രൈക്കോഡെർമ ലിഗ്നോറം. ട്രൈക്കോഡെർമ ആലോചിച്ച് വെക്കുക, ലിഗ്നോറോ ആലോചിക്കണം. ട്രൈക്കോഡെർമ ലിഗ്നോറം എന്ന് പറയുന്ന സ്പീഷീസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പിത്തിയത്തിൻ്റെ ഗ്രോത്ത് തടയുന്നത്. അതൊരു പോയിന്റാണ് ഓർത്ത് വെക്കേണ്ടത്. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് എഴുതാം, എന്താണ് പെസ്റ്റിനെയും പാത്തോജനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫംഗൈനെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് എന്ത് ബയോ കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്താൽ ട്രൈക്കോഡെർമ ലിഗ്നോറം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പിത്തിയത്തിൻ്റെ ഗ്രോത്ത് സപ്രസ് ചെയ്യുന്നുണ്ട്. പിത്തിയം റൂട്ട് റോട്ടാണ് എന്നൊന്നും എഴുതിക്കോളണം എന്ന് നിർബന്ധമില്ല, പിത്തിയത്തിൻ്റെ ഗ്രോത്ത് സപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എഴുതാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചിലപ്പം ഓർമ്മയിൽ നിന്നോണം എന്നില്ല, പെൻസിലിയം വെർമിക്കുലേറ്റം എന്ന് പറയുന്ന ഫംഗൈ എന്ത് ചെയ്യും, നമ്മുടെ റൈസോക്ടോമിയ സൊള്ളാനി എന്ന് പറയുന്ന ഇതിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്യും, തടയും. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിൽ നിന്നോളന്നില്ല. ഓക്കെ, 1-2 എക്സാമ്പിൾസ് ആലോചിച്ചാൽ മതി, എല്ലാതും ആലോചിക്കണം എന്നില്ല, അത് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ കുറച്ചുകൂടെ എളുപ്പമുള്ളത് ഇതാണ് ഗ്ലിയോക്ലാഡിയം റോസം എന്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, സ്ക്ലിറോഷിനിയ ഡിസീസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കാം, ഗ്ലിയോക്ലാഡിയം റോസം. പിന്നെ നമ്മുടെ ട്രൈക്കോഡെർമയിൽ തന്നെ ട്രൈക്കോഡെർമ ഹർസിയാന എന്ന് പറയുന്ന വെറൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ
ടൊമാറ്റോയിലും പീനട്ടിലുള്ള ബ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് കോസ് ചെയ്യുന്ന ഏജന്റ് എന്ന് പറയുന്നത് സ്ക്ലിറോഷ്യം റോൾഫ്സി ആണ്. സ്ക്ലിറോഷ്യം റോൾഫ്സീനെ ഓർത്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുക, ട്രൈക്കോഡർമ ഹർസിയാനോ ആണ് ബ്ലൈറ്റ് ഓഫ് ടൊമാറ്റോ ആൻഡ് പീനട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് എഴുതാം. ഇനിയിപ്പോൾ അത് ഓർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫംഗൈസ് നെമറ്റോഡ്സിനെ, സോയിലുള്ള നെമറ്റോഡ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മൈക്കോനെമാറ്റിസൈഡ്സ് എന്നാണ് ആ ഫംഗൈനെ പറയുന്നത്. മൈക്കോനെമാറ്റിസൈഡ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ചിലപ്പോൾ നമുക്ക് മനസ്സിൽ നിന്നോളണമെന്നില്ല. എന്തായാലും ഈ മൈക്കോനെമാറ്റിസൈഡ് എന്നുള്ള ടേം ഓർത്ത് വയ്ക്കുക. ഇനി എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, നെമാറ്റോഫ്തോറ ഗൈനോഫില്ല എന്ന് പറയുന്ന ഊമൈസീറ്റ് ആണ് എന്തിനെ കൊല്ലുന്നത്, സിസ്റ്റ് നെമറ്റോഡായിട്ടുള്ള ഹെട്രോഡറ അവന്നേനെ കൊല്ലുന്നത്. ഓക്കെ, ഹെട്രോഡറ അവന്നേനെ പാരസൈറ്റ് ചെയ്യുന്ന ഒരു മൈക്കോനെമാറ്റിസൈഡ് ആണ് എന്ത്, നെമാറ്റോഫ്തോറ ഗൈനോഫില്ല എന്ന് പറയുന്നത്. ഇനി ഒരുപാട് പാരസൈറ്റിക് ഫംഗൈ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പെസ്റ്റസ് ആയിട്ട് ചെറിയ മൈക്രോ ഓർഗാനിസം മാത്രമല്ല ഉള്ളത്, ഇൻസെക്റ്റുകളും പെസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെടികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസെക്റ്റുകളും പെസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻസെക്റ്റിനെ കൊല്ലുന്ന ഫംഗൈനെ പറയുന്ന പേരാണ് എൻഡമോജീനസ് ഫംഗൈ. എൻഡമോജീനസ് ഫംഗൈ. ഓക്കെ, ഈ ഫംഗൈ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊനീഡിയ എന്ന് പറയുന്നത് ഇൻസെക്റ്റിൻ്റെ ഇൻറ്റഗ്യുമെൻറ്റിൽ അറ്റാച്ച് ആവും. എന്നിട്ട് അവിടെ ജെർമിനേറ്റ് ചെയ്തിട്ട് ജേം ട്യൂബ്യൂൾസ് ഇൻസെക്റ്റിൻ്റെ ബോഡിയിലേക്ക് പെനിട്രേറ്റഡ് ആവും. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റിയിൽ ഇൻസെക്റ്റിൻ്റെ ബോഡിയിലേക്ക് ഈ ജേം ട്യൂബ്സ് എന്ത് ചെയ്യും, പെനിട്രേറ്റ് ആവും. എന്നിട്ട് ആ ഫംഗസിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് ആ ഒരു ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ പൊളിഫറേറ്റ് ആകും. എന്നിട്ട് എന്താണ്, മൈസീലിയം കൊനീഡിയൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും എന്ത്, ഇൻസെക്റ്റിൻ്റെ ബോഡി. എന്നിട്ട് പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള കൊനീഡിയ അത് ഡിസ്പേഴ്സ് ചെയ്യും. എന്നിട്ട് പുതിയ ഇൻഫെക്ഷന് ഉള്ള ഇൻസെക്റ്റിനെ കണ്ടെത്താൻ തുടങ്ങും. എന്നിട്ട് ഈ സൈക്കിൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇൻസെക്റ്റിൻ്റെ മേലെ ഒരു ഫംഗസ് വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഇൻസെക്റ്റ് എന്ത് ചെയ്യും, നശിച്ചു പോകും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫംഗൈ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരെന്താണ്, എൻഡമോജീനസ് ഫംഗൈ. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ടേം ആലോചിച്ച് വെക്കാം. എൻഡമോജീനസ് ഫംഗൈ ഉണ്ട്, അതേപോലെ മൈക്കോനെമാറ്റിസൈഡ്സ് ഉണ്ട്, പിന്നെ നമ്മൾ ട്രൈക്കോഡർമേനെ ഓർക്കുക, പിന്നെ ഗ്ലയോക്ലാഡിയം റോസം അത് ഓർക്കുക. ആ 2, 3, 4, 5 എക്സാമ്പിൾ ഓർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അഗ്രികൾച്ചർ മൊത്തമായിട്ടല്ല ചോദിക്കുക, അപ്പോൾ അതിൽ 1-2 പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഫംഗൈ ഇൻ മൈക്കോറൈസൽ അസോസിയേഷൻ. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട് സിസ്റ്റം ആൻഡ് സോയിൽ ഫംഗൈ ആണ്. ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഒരു സീഡഡ് പ്ലാന്റിൻ്റെ റൂട്ടും ഫംഗസും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് എന്ത്, മൈക്കോറൈസ എന്ന് പറയുന്നത്. ഒരു 80% സീഡഡ് പ്ലാന്റ്സിന് അങ്ങനത്തെ ഒരു അസോസിയേഷൻ ഉണ്ട് ഫംഗയുമായിട്ട്. ഇതിൽ മൈക്കോറൈസയിൽ ഫംഗൽ മൈസീലിയത്തിൻ്റെ ഒരു പാർട്ട് പ്ലാന്റ് ടിഷ്യൂലും ബാക്കിയുള്ള പാർട്ട് നമ്മുടെ സോയിലിൽ സ്പ്രെഡ് ചെയ്തിട്ടാവും കിടക്കുന്നുണ്ടാവുക. ഈ മൈക്കോറൈസൽ അസോസിയേഷൻ കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് റൂട്ടും സോയിലും തമ്മിലുള്ള ആ ഒരു ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആര് കൂട്ടും, നമ്മുടെ മൈക്കോറൈസൽ അസോസിയേഷൻ കൂട്ടും. അത് കാരണം എന്ത് സംഭവിക്കും, കൂടുതൽ വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആ പ്ലാന്റിന് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൂടും. കൂടുതൽ വാട്ടറും ന്യൂട്രിയൻസും ആ സോയിലിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആ പ്ലാന്റിന് കൂടും. ഈ ഫംഗൽ ഹൈഫൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞത് എന്താണ്, സോയിലിനെ കൂടുതൽ കോമ്പാക്റ്റും സ്റ്റേബിളും ആക്കി വെക്കും. ഈ ഫംഗൽ ഹൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കാവില്ല സോയിലിൽ, അപ്പോൾ അത് കൂടുതൽ കോമ്പാക്റ്റും സ്റ്റേബിളും ആക്കും. മെജോറിറ്റി പ്ലാന്റ്സിൽ എന്താണ്,
മെജോറിറ്റി പ്ലാന്റ്സിൽ ഇങ്ങനത്തെ ഒരു അസോസിയേഷൻ കാണുന്നുണ്ട്. ചില ഹോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു മൈക്കോറൈസ ഈ ഫംഗസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സർവൈവ് ചെയ്യാൻ പറ്റാത്ത പ്ലാന്റുകളും ഉണ്ട്. അപ്പോൾ മൈക്കോറൈസൽ അസോസിയേഷൻ ഉള്ള സീഡ്ലിങ്സ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാനും പെട്ടെന്ന് ഗ്രോ ചെയ്യാനും പറ്റാറുണ്ട്. മൈക്കോറൈസ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ വാട്ടർ ആൻഡ് ന്യൂട്രിയൻസിൻ്റെ എൻട്രിക്ക് കൂടുതൽ സഹായിക്കുന്നത് ആരാണ്, മൈക്കോറൈസയാണ്. ഓക്കെ, ഇനി ഇവിടെ മൈക്കോറൈസേൻ്റെ മ്യൂച്വൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ആരുമായിട്ടാണ്, ഫംഗസും. മൈക്കോറൈസ എന്ന് പറയുന്നത് എന്താണ്, മ്യൂച്വലിസ്റ്റ് അസോസിയേഷൻ ആണ് ഫംഗസും റൂട്ടും തമ്മിലുള്ള. ഇതിൽ ഫംഗലായിട്ടുള്ള സിംബയോണ്ടിന് ഷെൽട്ടറും ഓർഗാനിക് ന്യൂട്രിയൻസും കാർബോഹൈഡ്രേറ്റ്സ് വിറ്റാമിൻസ് ഇതൊക്കെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടും. അതേപോലെ നമ്മുടെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മിനറൽസും വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യാനും പറ്റും. ആര് കാരണം, ഫംഗസ് കാരണം. ഇപ്പോൾ പ്ലാന്റിന് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫോസ്ഫറസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്ടേക്ക് ചെയ്യാനായിട്ട് എന്താണ് ഈ മൈക്കോറൈസൽ അസോസിയേഷൻ സഹായിക്കും. പിന്നെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ഹൈ ടോളറൻസ് അഗെയിൻസ്റ്റ് സലൈനിറ്റി ആൻഡ് ഡ്രോട്ട്. അതേപോലെ നല്ല ഉപ്പുള്ള കണ്ടീഷൻ, അതുപോലെ തന്നെ ഡ്രോട്ട് വരൾച്ചയുള്ള സമയത്തൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ പ്ലാന്റിനെ സഹായിക്കും ആര്, ഈ മൈക്കോറൈസൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ ബാലൻസ് കൊടുക്കും. ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ആര് സഹായിക്കുന്നുണ്ട്, ഈ ഫംഗൽ പാർട്ട്ണർ സഹായിക്കുന്നുണ്ട്, ഈ മൈക്കോറൈസൽ അസോസിയേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഹൈ സോയിൽ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാനും, അതുപോലെ സോയിൽ ബോൺ ആൻഡ് റൂട്ട് ബോൺ പാത്തോജൻസിനെ ടോളറേറ്റ് ചെയ്യാനും, ഹെവി മെറ്റൽ ടോക്സിസിറ്റി ടോളറേറ്റ് ചെയ്യാനും ഈ പ്ലാന്റിന് ഈ ഒരു മൈക്കോറൈസൽ അസോസിയേഷൻ കൊണ്ട് സാധിക്കുന്നതാണ് പറയുന്നത്. ഈ മൈക്കോറൈസ മെയിനായിട്ട് യങ് റോഡ്സിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൂട്ട് ഹെയറിൻ്റെ പ്രൊഡക്ഷൻ വല്ലാണ്ട് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അത് ഗ്രേറ്റ്ലി റെഡ്യൂസ് ആവുന്നുണ്ട്. പിന്നെ ഈ മൈക്കോറൈസ ഹോസ്റ്റ് പ്ലാന്റിന് ഹോർമോൺസ്, ആൻറ്റിബയോട്ടിക് ഏജൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസീസ് ടോളറൻ്റ് ആയിട്ട് മാറുന്നുണ്ട് ആര്, പ്ലാന്റ് എന്ന് പറയുന്നത് ഈ മൈക്കോറൈസൽ അസോസിയേഷൻ വഴി. പിന്നെ ചില ബ്രയോഫൈറ്റ്സിൽ, ടെറിഡോഫൈറ്റ്സിൽ, പിന്നെ എല്ലാ ജിംനോസ്പേമിൽ, ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി ഓഫ് ആൻജിയോസ്പേംസിലും ഈ ഒരു മൈക്കോറൈസൽ അസോസിയേഷൻ കാണുന്നുണ്ട്. പിന്നെ അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ഫീച്ചർ അനുസരിച്ചിട്ട് മൈക്കോറൈസനെ പല കാറ്റഗറി ആയിട്ട് 5 മെയിൻ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്ടോമൈക്കോറൈസ, എൻഡോമൈക്കോറൈസ, വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ, എറിക്കേഷ്യസ് മൈക്കോറൈസ, ഓർക്കിഡ് മൈക്കോറൈസ, അങ്ങനെ 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൈക്കോറൈസ എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ഡിസീസ് ടോളറൻസ്, വാട്ടർ ടോളറൻസ്, സലൈനിറ്റി ടോളറൻസ്, ഡ്രോട്ട് ടോളറൻസ്, അങ്ങനത്തെ ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്നൊക്കെ ടോളറേറ്റ് ചെയ്യാനും പാത്തോജൻസ് നിന്ന് ടോളറേറ്റ് ചെയ്യാനും ആരെ സഹായിക്കുന്നുണ്ട്, പ്ലാന്റിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അഗ്രികൾച്ചറിൽ ഒരു വലിയ തന്നെയാണ്. കാരണം എന്താണ്, ഈ ഈൽഡ് കൂട്ടാനൊക്കെ ഈ ഒരു മൈക്കോറൈസൽ അസോസിയേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് എന്തുള്ളത്, ഫംഗൈ ഇൻ അഗ്രികൾച്ചർ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.